ഈ അമ്മ ചിരിക്കൂലേ, ഈ തള്ളയുടെ റിയൽ സ്വഭാവമാണോ ഇത് തുടങ്ങി ഒരുപാട് കമന്റുകളാണ് നമ്മുടെ കണ്ടന്റ് വീഡിയോക്ക് വരുന്നത്. എന്നാൽ ഈ ഇരിക്കുന്ന രണ്ടെണ്ണം നമ്മൾ അഭിനയിക്കാനായിട്ട് ഇങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുന്ന ടൈപ്പാണ്. കഷ്ടപ്പാട് മൊത്തം നമുക്ക് ക്രെഡിറ്റ് അവർക്കുമാണെന്ന് സാരം. കാണുമ്പോൾ പലരും ചോദിക്കാറുണ്ട്, നിങ്ങളുടെ ടീമിൽ ക്യാമറയ്ക്കോ എഡിറ്റിങ്ങിനൊക്കെ വേറെ ആരെങ്കിലും ഉണ്ടോ? നമ്മളെ ടീമിൽ നമ്മൾ ഈ 4 പേര് മാത്രമാണ്. ഏകദേശം 1 വർഷം കഴിഞ്ഞ് കണ്ണൂരിലോട്ടൊക്കെ വന്നിട്ട് നമ്മളെ ഈ തെക്കോട്ടൊന്നും ബൈപ്പാസിന്റെ പണി അത്ര അങ്ങോട്ട് കംപ്ലീറ്റ് ആയില്ലല്ലോ. എന്നാൽ വടക്കോട്ട് അങ്ങനെയല്ല. ഇത്തവണ ആ ബൈപ്പാസിൽ കൂടെ പറപ്പിച്ചപ്പോഴത്തേക്ക് 5 കൊല്ലം മുമ്പ് ഷേഖ് സാഗർ റോഡിൽ കൂടെ പറപ്പിച്ചാണ് ഓർമ്മ വന്നത്. അവിടെ 6 വരി, ഇവിടെ 3 വരി എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഇടയിൽ കൂടെ കുത്തിക്കയറ്റി പോകുന്ന ഒരു ടൈപ്പാണ് ഞാൻ. ഗൾഫിൽ ഡ്രൈവ് ചെയ്തിട്ട് നേരെ നാട്ടിൽ വന്നിട്ട് പഠിച്ചൊരു പാഠമാണ്. കുറച്ച് ധൈര്യം അഭ്യാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇന്ത്യൻ റോഡിലൂടെ വണ്ടി ഓടിക്കാൻ പറ്റൂ. 10-12 മണിക്കൂറൊക്കെ ഡ്രൈവ് ചെയ്ത് ലോങ് പോകുമ്പോഴത്തേക്ക് എനിക്ക് ഏതെങ്കിലുമൊക്കെ ബ്ലോക്ക് കിട്ടുമ്പോഴത്തേക്ക് ഞാൻ അതിന്റെ ഇടയിൽ കൂടെ കുത്തിക്കയറ്റി പോകും. എന്നെ പോലെ പോകുന്ന ഒരുപാട് പേരുണ്ട്. ബ്ലോക്കിൽ ക്യൂ നിന്ന് പോകുന്നവരും ഉണ്ട്. പല വീഡിയോസിലും കണ്ടിട്ടുണ്ട്. ഇങ്ങനെ കുത്തിക്കയറ്റിയൊക്കെ പോകുന്നവരാണ് ബ്ലോക്ക് ഉണ്ടാക്കണത്. കേരളത്തിന്റെ ഇങ്ങേറ്റത്ത് നിന്ന് അങ്ങേറ്റം വരെ പലപ്പോഴും വണ്ടി ഓടിച്ചതിന്റെ അനുഭവത്തിൽ നിന്ന് പല ബ്ലോക്കും കഴിഞ്ഞ് ഫ്രണ്ടിലെത്തുമ്പോഴത്തേക്ക് കാണുന്നത് ഏവനെങ്കിലും പമ്മി പോണതാണ്. ആ പമ്മി പോണവന്റെ പിറകെ നിന്ന് ക്യൂ പിടിച്ച് പോകുമ്പോഴത്തേക്ക് 10 മണിക്കൂർ ഡ്രൈവ് ചെയ്യേണ്ട ചിലപ്പോൾ 11 മണിക്കൂർ വരെ ഡ്രൈവ് ചെയ്യേണ്ടി വരും. അങ്ങനെ നീണ്ട 8 മണിക്കൂറത്തെ ഡ്രൈവിന് ശേഷം രാവിലെ 10 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് തൃശ്ശൂരുള്ള ഒരു ഹോട്ടലിൽ കയറി. ഇദ്ദേഹത്തിന് കഴിക്കാനായിട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നുകൊണ്ട് തന്നെ ആദ്യമേ ഇദ്ദേഹത്തിന് കൊടുത്തു. പല ഹോട്ടലിലും കയറിയിട്ട് നമ്മൾ മാത്രം കഴിക്കുമ്പോഴത്തേക്ക് അവർ വിചാരിക്കും കൊച്ചിന് കൊടുക്കാതെ അവരെല്ലാവരും വെട്ടി വീഴണം. പിന്നെ ഈ ഹോട്ടലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് സിനിമയുടെ പരിപാടിയാണ്. ഫുഡും കൊള്ളായിരുന്നു, നല്ല ഫുഡായിരുന്നു. അങ്ങനെ വീണ്ടും ശാന്തനുവണ്ണം പറയാൻ കണക്ക് യാത്രകൾ തുടരുകയാണ്.